സർ, ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈലിൻ്റെ കരുത്ത് ലോകം കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ബ്രഹ്മോസിന് ആവശ്യക്കാരും ഏറെയാണ്. ഇപ്പോഴിതാ ബ്രഹ്മോസിന് പുറകെ ഇന്ത്യയുടെ ആകാശ് മിസൈൽ ആവശ്യപ്പെട്ട് പല രാജ്യങ്ങളും മുന്നോട്ട് വരികയാണ്. ഏറ്റവും ഒടുവിൽ രംഗത്തെത്തിയിരിക്കുന്നത് ബ്രസീലാണ്. എന്താണ് സാർ, ഈ പ്രതിരോധ മേഖലയിൽ ഇന്ത്യ ഒരു വലിയ കുതിച്ചുചാട്ടത്തിന് ഒരുങ്ങുകയാണോ? അല്ല, പുതിയൊരു കാൽവെപ്പാണ് ഇന്ത്യ നടത്തുന്നത്. ഈ ബ്രസീലുമായിട്ട് ഇന്ത്യക്ക് വലിയ അടുത്ത ബന്ധമാണുള്ളത്. ബ്രസീലിൽ എനിക്ക് തോന്നുന്നു നരേന്ദ്രമോദി പോകുന്നത് ഇപ്പോൾ പലവട്ടമായി. അതെ, ഇപ്പം സന്ദർശനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ബ്രിക്സ് ഉച്ചകോടി നടക്കാൻ പോകണം 5 തീയതി മുതൽ 8 തീയതി വരെ. ഇപ്പം ഈ പഞ്ചരാജ്യങ്ങളുടെ സന്ദർശനമാണ്. ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, ആഫ്രിക്കൻ, സൗത്ത് ആഫ്രിക്ക, അല്ലേ, ആഫ്രിക്കൻ നാടുകളിലൂടെയാണ് അദ്ദേഹം പോകുന്നത്, അങ്ങോട്ട് ചെല്ലുന്നത്. ഘാന, അല്ലേ? അതെ അതെ. ഓക്കെ. അപ്പോൾ ഇതൊക്കെ പിന്നെ അവിടെയൊക്കെ വലിയ വരവേൽപ്പാണ് ഇദ്ദേഹത്തിന് കിട്ടിയത്. ഇനി ഇത് ഇത്തരത്തിലുള്ള ആയുധ ഇടപാടിലേക്കൊക്കെ കടക്കുന്നവർ നമ്മളെ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ വലിയൊരു ഭീകരാക്രമണത്തെ, ഭീകരവാദികളെ തീർത്തു. അതെ എന്നുള്ളതാണ് ഇപ്പോൾ ലോകത്തിനത് ഏറ്റവും വലിയ പിന്നെ മാതൃകയാക്കി കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ഇത് ശേഖരിക്കാൻ വേണ്ടിയിട്ടാണ്, ഇത് വാങ്ങാനാണ് ബ്രസീൽ. ഇപ്പോൾ ഞാൻ കിട്ടുന്ന ലഭ്യമായ വിവരമനുസരിച്ച് ഈ ജൂലൈ 5 മുതൽ 8 വരെ ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ ബ്രിക്സ് ഉച്ചകോടി നടക്കുകയാണ്. ആ ഉച്ചകോടിക്ക് മുമ്പ് തന്നെ അവർ ഈ ആകാശ് വ്യോമ പ്രതിരോധ മിസൈൽ അത് വാങ്ങാൻ വേണ്ടുന്ന, നരേന്ദ്രമോദി ഈ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നുണ്ട്, പക്ഷെ അദ്ദേഹം എത്തുന്നതിന് മുമ്പ് തന്നെ അവർ ഇത് വാങ്ങാനുള്ള താല്പര്യം പ്രകടിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ ഉച്ചകോടിക്കിടെ ഇത് സംബന്ധിച്ച ചർച്ച നരേന്ദ്രമോദിയുമായിട്ട് അവർ നടത്തും. അതിനകത്ത് അവർ കാണുന്ന ഏറ്റവും വലിയൊരു പ്രത്യേകതയുണ്ട് സാർ. അതായത് ഈ ചൈനയുടെയും തുർക്കിയുടെയും ഡ്രോണുകൾ അത് ആകാശത്ത് വെച്ച് തന്നെ തകർക്കാൻ ആകാശ് മിസൈലിന് കഴിഞ്ഞു. അതൊരു പ്രത്യേകതയാണ്. ഇന്ന് മാത്രമല്ല, ഈ പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ ഈ ഡ്രോണുകൾ ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയത്. പക്ഷെ ഒരു ഡ്രോണ് പോലും ഇന്ത്യൻ വ്യോമാതിർത്തി ലംഘിച്ച് ഇന്ത്യൻ മണ്ണിലേക്ക് എത്താൻ സാധിച്ചില്ല. ആകാശ് പ്രതിരോധ മിസൈൽ അതിനെ ആകാശത്ത് വെച്ച് നശിപ്പിച്ചു. ഇത് അവർക്ക് ബ്രസീൽ ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് ഇതിൻ്റെ പ്രകടനം എന്താണെന്ന് ഈ ഇന്ത്യയിൽ നടന്ന ചില എക്സിബിഷനുകളിൽ, പ്രത്യേകിച്ചും നമ്മുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ സംബന്ധിച്ച് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്ത ചില ഉൽപ്പന്നങ്ങളുടെ, ചില ആയുധങ്ങളുടെ എക്സിബിഷനുകൾ ഉണ്ടായിരുന്നു. ആ എക്സിബിഷനുകളിൽ അവരിത് കണ്ടിരുന്നു. അവിടുത്തെ പിന്നെ തത്സമയ പ്രദർശനം ബ്രസീലിയൻ സൈന്യത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർ കണ്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. അത് മാത്രമല്ല, ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ പാകിസ്ഥാൻ കയറി അടിക്കാൻ ശ്രമിച്ചപ്പോൾ ഉണ്ടായ തിരിച്ചടി എന്താണെന്ന് ലോകം മുഴുവനും കണ്ടു. ഇനി അതിനോടൊപ്പം തന്നെ ഇവർക്ക് വേറെ ചില കാര്യങ്ങൾ, അതായത് ഇന്ത്യയുടെ ആശയവിനിമയ സംവിധാനം, പട്രോളിംഗ് കപ്പലുകള്, സ്കോർപിൻ അന്തർവാഹിനികള്, ആകാശ് വ്യോമ പ്രതിരോധ സംവിധാനം, തീരദേശ നിരീക്ഷണ സംവിധാനം, ഗരുഡ തോക്കുകൾ എന്നിവയിലും ഇവർക്ക് താല്പര്യമുണ്ടെന്നാണ് അറിഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇതെല്ലാം നമ്മൾ തന്നെ ഇവിടെ നിർമ്മിച്ചെടുക്കുന്നതാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ പറയേണ്ടത് മറ്റു ചില കാര്യങ്ങളും കൂടെ പറയണം. ഈ G20 ഉപഗ്രഹ ദൗത്യത്തിൽ ഇന്ത്യയും ബ്രസീലും ഒരുമിച്ച് പ്രവർത്തിക്കുകയാണ്. അതൊരു വലിയ നേട്ടമാണ്. അതുപോലെ ഈ MKU, SMPP തുടങ്ങിയ ഇന്ത്യൻ കമ്പനികൾ ഇതിനകം ബ്രസീലിലേക്ക് വലിയ രീതിയിൽ ഈ ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകൾ വിതരണം ചെയ്യുന്നു. അതുപോലെ വിവിധ സംരക്ഷണ ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്നു. വെടിയുണ്ടകളിൽ നിന്നുമൊക്കെ രക്ഷപ്പെടാനുള്ള ഇതൊക്കെ ചെയ്യുന്നുണ്ട്. എന്ന് മാത്രമല്ല, 2 പ്രധാന ബ്രസീലിയൻ കമ്പനികൾ, അതായത് ടോറസ് അർമാസ്, CBC, ഇത് രണ്ടും ഇന്ത്യയിൽ വലിയ തോതിൽ നിക്ഷേപിച്ചിരിക്കുകയാണ്. മാത്രമല്ല, ആയുധ നിർമ്മാണ രംഗത്താണ് ആ നിക്ഷേപവും. അപ്പോൾ അവർ ഇന്ത്യയിൽ വന്ന് നിക്ഷേപിച്ച് ഇന്ത്യയിൽ നിന്ന് ഈ ആയുധങ്ങൾ ഉണ്ടാക്കി ബ്രസീലിലേക്ക് കയറ്റുമതി ചെയ്യുകയാണ്. അതൊരു ചെറിയ കാര്യമല്ല. കോടിക്കണക്കിന് രൂപയുടെ വരുമാനം നമുക്ക് കിട്ടുന്ന ഒരു ഏർപ്പാടാണ് ഇത് വാസ്തവത്തിൽ. അങ്ങനെ എല്ലാ തരത്തിലും ഈ പറയുന്നത് പോലെ ബ്രസീൽ അടക്കമുള്ള രാജ്യങ്ങൾ ഇത്തരത്തിൽ നമ്മളുമായിട്ട് സഹകരിക്കാൻ, പ്രതിരോധ രംഗത്ത് സഹകരിക്കാൻ വരുന്നത് ഒരു വലിയ നേട്ടം തന്നെയാണ്. അങ്ങനെ വലിയ രീതിയിൽ ഈ ബ്രസീലും ഇന്ത്യയുമായിട്ടുള്ള സഹകരണം
അതൊരു നല്ല കാൽവയ്പ്പാണ് പ്രതിരോധ മേഖലയിൽ. തീർച്ചയായിട്ടും ഒരു കാലത്ത് പ്രതിരോധ മേഖലയിൽ നമ്മൾ ആയുധങ്ങളടക്കം വെടിക്കോപ്പുകളടക്കം ഇറക്കുമതി ചെയ്തുകൊണ്ടിരുന്ന ഒരു രാഷ്ട്രമാണെങ്കിൽ ഇന്ന് അത് കയറ്റുമതി, വലിയ തോതിൽ കയറ്റുമതി ചെയ്യുന്ന വലിയ തോക്കിടപാടുകളൊക്കെ നടന്നിട്ടുള്ളത്. അതെ അതെ അതെ, പണ്ട് പഴയ പീരങ്കി തോക്കിടപാടൊക്കെ നമുക്ക് വലിയ ചീത്തപ്പേരുണ്ടാക്കിയതാണ്. വെച്ചിട്ടുള്ളതാണ്. അതെ, രാജ്യത്ത് വലിയ അഴിമതി ആരോപണങ്ങൾക്ക് കാരണമായി. പക്ഷെ ഇപ്പോൾ നമ്മൾ നേട്ടം കൊയ്യുകയാണ്. നമ്മൾ ഇവിടുന്ന് പലതും ഉണ്ടാക്കി വിറ്റ് കാശുണ്ടാക്കുകയാണ്. അതുപോലെ 2 പ്രധാന ബ്രസീലിയൻ കമ്പനികളായ ടോറസ് സർമാസും CBC ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു നിക്ഷേപങ്ങളും ആയുധ നിർമ്മാണവും ഒക്കെ വർദ്ധിപ്പിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞിരിക്കുകയാണ്. എന്തായാലും സാർ, ഒരു കാര്യം ഉറപ്പാണ്, ഈ നരേന്ദ്രമോദി ഇപ്പോൾ ഈ നിരവധി രാജ്യങ്ങളിപ്പോൾ സന്ദർശിക്കുകയാണ്. ഈ ബ്രിക്സ് ഉച്ചകോടിയും ഒക്കെയായി ബന്ധപ്പെട്ട് അദ്ദേഹം ആഫ്രിക്കൻ രാജ്യങ്ങളിലൂടെ അവിടെ തുടങ്ങാൻ പോവുകയാണ് 5-ാം തീയതി മുതൽ 8-ാം തീയതി വരെ. അപ്പോൾ ഇവിടെ വലിയ വലിയ ഡീലുകൾ, പ്രത്യേകിച്ചും പ്രതിരോധ ഇടപാടുകൾ നടക്കാൻ സാധ്യതയുണ്ട്. അത് ഇന്ത്യയെ സംബന്ധിച്ചൊരു വലിയ നേട്ടം തന്നെ. ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം നടക്കുന്ന ഒരു കണക്കിന് നമ്മൾ ഈ ഓപ്പറേഷൻ സിന്ദൂറിന് നമ്മൾ നന്ദി പറയണം. കാരണം ഓപ്പറേഷൻ സിന്ദൂർ വന്നതുകൊണ്ടാണ് ഈ അമേരിക്കയുടെ ഏറ്റവും വലിയ എന്താ പറയേണ്ട യുദ്ധവിമാനം F-35 ഇനത്തിൽപ്പെട്ട 4ാം തലമുറ യുദ്ധവിമാനം, അതുപോലെ J-16 ചൈനയുടെ, ഇതൊക്കെ തകർന്ന് തരിപ്പണമാകുന്ന, ഇന്ത്യൻ പ്രതിരോധത്തിന് മുന്നിൽ തകർന്ന് തരിപ്പണമാകുന്ന കാഴ്ചയാണ് ലോകം കണ്ടത്. അമേരിക്ക പോലും ഞെട്ടിപ്പോയി. ഇത് ഇങ്ങനെ ഇവർ ഒപ്പിച്ചു, ഇതെങ്ങനെ ഉണ്ടാക്കിയെടുത്തു. അവർ നരേന്ദ്രമോദിയെ കണ്ടിരുന്നതും ഇന്ത്യ ഗവൺമെൻറ്റിനെ മനസ്സിലാക്കിയിരുന്നതും ഒക്കെ വേറെ ചില തലങ്ങളിലാണ്. പക്ഷെ അതിനൊക്കെ അപ്പുറത്താണ് ഇന്ത്യ എന്ന് അവർക്ക് തിരിച്ചറിയാൻ ഇതിലൂടെ സാധിച്ചു എന്നുള്ളതാണ്. ഇനി ഇതുപോലെ എന്തൊക്കെ രഹസ്യങ്ങളാണ് ഇന്ത്യയുടെ കയ്യിൽ ഉള്ളതെന്ന് ഇപ്പോഴും അവർക്കാർക്കും അറിയില്ല. അത് നമുക്ക് വാസ്തവത്തിലൊരു വലിയ നേട്ടം തന്നെയാണ് നമ്മളെ സംബന്ധിച്ച്. ഇപ്പോൾ ചൈനയ്ക്കാകട്ടെ അമേരിക്കയ്ക്കാകട്ടെ ഇന്ന് ഇന്ത്യയോടൊന്ന് മുട്ടാൻ ഒരല്പം ഭയമുണ്ട്. ഇന്ത്യയോട് സൗഹൃദത്തിൽ പോകാനാണ് അവർക്കും ഇപ്പോൾ താല്പര്യം. എനിക്ക് തോന്നുന്നു പാകിസ്ഥാൻ ഇപ്പം ഇതൊക്കെ കണ്ടിട്ട് അല്പം വിറയ്ക്കുന്നുമുണ്ട്. പാകിസ്ഥാൻ പണ്ടേ വിറയ്ക്കുകയാണ്. ഇപ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ച് വലിയ ആശയക്കുഴപ്പമാണ്. ഇനിയിപ്പോൾ പാകിസ്ഥാന് ഈ തകർത്ത ഭീകര ക്യാമ്പുകൾ മുഴുവനും പുനർനിർമ്മിക്കണം, വ്യോമത്താവളങ്ങൾ മുഴുവനും പുനർനിർമ്മിക്കണം. ഇതെല്ലാം കൂടെ ഒരു 4-5 കൊല്ലം എടുക്കും. പിന്നെ ഈ അമേരിക്കയിൽ നിന്ന് കിട്ടുന്ന ഫണ്ട് കൊണ്ട് വേറെ ഒന്നും ചെയ്യാനും പറ്റത്തില്ല. പട്ടിണിയിൽ നിന്ന് പട്ടിണിയിലേക്ക്, ദാരിദ്ര്യത്തിൽ നിന്ന് കൊടിയ ദാരിദ്ര്യത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ പാകിസ്ഥാൻ ഉള്ളത്. എന്നിട്ടും അവർക്ക് ഇന്ത്യയോടുള്ള വിരോധവും വെറുപ്പും ഒന്നും കുറയുന്നില്ല. ഇന്ത്യ ആകട്ടെ ആരോടും ഒരു ശല്യത്തിനും പോകുന്നുമില്ല. ഇപ്പോഴിതാ ഇങ്ങോട്ട് ചോദിച്ചു വരികയാണ് ആകാശ് മിസൈൽ വേണം. ഇപ്പോൾ ബ്രസീൽ ആവശ്യപ്പെടുന്നത് ഞങ്ങൾക്കിത് തന്നെ മതി എന്നാണ്. വേറെ ഒരു രാജ്യത്തിൻ്റെയും ഒരു പ്രതിരോധ സംവിധാനത്തിലേക്ക് ഞങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഇത് വ്യക്തമായ തെളിവുകളോടുകൂടിയാണല്ലോ. അപ്പോൾ ഈ ഉച്ചകോടിയുടെ ഇടയിൽ തന്നെ ചിലപ്പോൾ ഒരു പക്ഷേ കരാറുകൾ ഒപ്പിടാൻ സാധ്യതയുണ്ട്. ബ്രസീൽ ആയിട്ട് ഇന്ത്യ ഗവൺമെൻറ്, പ്രത്യേകിച്ചും പ്രധാനമന്ത്രിയാണല്ലോ പോയിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ കരാറുകളിൽ ഒപ്പിടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്തായാലും തദ്ദേശീയമായിട്ട് നമ്മൾ വികസിപ്പിച്ചെടുത്ത ആയുധങ്ങൾക്ക് ലോക മാർക്കറ്റിൽ വലിയ എന്താ പറയുക, അതിൻ്റെ മൂല്യം വർദ്ധിക്കുന്നു, അതിന് വലിയ പ്രചാരം ലഭിക്കുന്നു, അതിന് ആവശ്യക്കാരേറുന്നു എന്നുള്ളത് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു നല്ല കാര്യം തന്നെയാണ്. നമ്മുടെ സാമ്പത്തിക ഭദ്രത, പ്രത്യേകിച്ചും നമ്മൾ GDP-യിൽ വലിയ കുതിപ്പൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു. സാമ്പത്തികമായി വളർച്ച വലിയ രീതിയിൽ നമ്മൾ വളർന്നുകൊണ്ടിരിക്കുന്നു, വളരെ വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്നൊരു സമ്പദ് വ്യവസ്ഥയാണ് ഭാരതത്തിൻ്റെത്. അതിനൊക്കെ വലിയ മുതൽക്കൂട്ടായിരിക്കും ഈ ആയുധ ഇടപാടുകൾ.